ിട്ടുള്ളത്. ഏതായിരുന്നാലും അവിടെയെല്ലാം പുതിയ അറിവുകൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചനാഥന്റെ ആ മഹത്വവും അവന്റെ അതുല്യമായ അസ്തിത്വവും അവന്റെ പ്രമാണങ്ങളുടെ സത്യതയും കൂടുതൽ തെളിയുക മാത്രമേയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് കാരിൽ അബൂബക്കർ, നീലേശ്വരം തേക്കടപ്പുറത്തുനിന്ന്. എനിക്ക് ചോദിക്കാനുള്ളത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയിട്ടാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം മരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രവാചകന്മാർ മോചിതത്ത് പടച്ചോൻ കൊടുത്തിട്ട് ഏതെങ്കിലും ജീവികളോ മനുഷ്യനോ ജീവിപ്പിച്ചിട്ടുണ്ടോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പ്രവാചകന്മാരെ പടച്ച തമ്പുരാൻ മോചിതത്തുകൾ കൊടുത്തിട്ട് ജീവിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ മരിച്ചവരെ ജീവിപ്പിച്ചതായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചിട്ടില്ല, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെട്ടതാണ് എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം ഉയർത്തപ്പെടുകയാണ്, അള്ളാഹുവിലേക്ക് റഫഅല്ലാഹു ഇലൈഹി, അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവസാന നാളിൽ തിരിച്ചു വരും, എന്നിട്ട് അദ്ദേഹം ഇവിടെ വെച്ച് മരണപ്പെടും, അങ്ങനെയാണ് ഈസാ നബിയുടെ മരണമുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് ഖുർആനും ഹദീസും പറഞ്ഞത് അതേപോലെ പറഞ്ഞു എന്ന് മാത്രമേ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് സഫ്വാൻ. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് ഒരു സമുദായ നേതാവ് വന്നിട്ട് കേരളത്തിലൊരു പ്രസംഗം നടത്തുകയുണ്ടായി. വളരെ മൈനോറിറ്റി മാത്രമുള്ള മുസ്ലിം സമൂഹം പാർക്കുന്ന ഇന്ത്യയിൽ മെജോറിറ്റിയുള്ള ഭൂരിപക്ഷമുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ ജീവിക്കുന്ന ഇന്ത്യയിൽ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്നും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വന്ന് പ്രസംഗിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ എടുക്കേണ്ടുന്ന നിലപാട് എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ ചോദ്യം, ഏതോ ഒരു നേതാവ് വന്നിട്ട് പ്രസംഗിച്ചു, മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകണം. അപ്പോൾ ഇത്തരം സമയത്തിൽ മുസ്ലിങ്ങൾ എടുക്കേണ്ട നിലപാട് എന്താണ്? പ്രസംഗിച്ചവൻ്റെ തറവാടാണ് ഇന്ത്യങ്കിലാണല്ലോ ആ പറച്ചിൽ തന്നെ വല്ല അർത്ഥമുള്ളൂ. അത് ചില ആളുകൾക്ക് അങ്ങനെ പൂതി ഉണ്ടാവും. ആ പൂതിയുള്ള ആളുകൾ വെറുതെ അതങ്ങനെ പറഞ്ഞു നടക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പൗരന്മാരുടേതാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും സിഖുകാരും ബുദ്ധന്മാരും ജൈനന്മാരും വ്യത്യസ്ത മതവിശ്വാസികളും മതവിശ്വാസികളല്ലാത്തവരുമെല്ലാം അടങ്ങുന്ന പൗരന്മാരുടേതാണ് ഇന്ത്യ രാജ്യം. ആ പ്രസംഗിച്ചയാൾക്ക് ഇന്ത്യൻ പൗരത്വമുണ്ടെങ്കിൽ ഈ പ്രസംഗിക്കുന്ന എനിക്കും ഇന്ത്യൻ പൗരത്വമുണ്ട്. നമ്മളൊക്കെ എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് ഇന്ത്യ രാജ്യം എന്നർത്ഥം. ആ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ആരോടെങ്കിലും പോകാൻ പറയാൻ ഇന്ത്യയുടെ പ്രസിഡന്റിന് അധികാരമല്ല, എന്നിട്ടല്ലേ ഏതോ റൂട്ടിൽ നടക്കുന്ന ആളുകൾക്ക് അധികാരം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആളുകൾ സാധാരണ റൂട്ടിലൂടെ മന്ദബുദ്ധികളെല്ലാം പോകുമ്പോൾ പലതും പറഞ്ഞു പോകാറുണ്ട്. അത്തരം അതൊരു ഭയങ്കര വിഷയമാക്കിയെടുത്ത് ആ മന്ദബുദ്ധി അങ്ങനെ പറഞ്ഞല്ലോ അതുകൊണ്ട് നമുക്കും മന്ദബുദ്ധി ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അത് മന്ദബുദ്ധിയാണ് എന്ന് വിചാരിച്ച് തള്ളിവിടുക അത്തരം ആശയങ്ങൾ, അത്തരം ആളുകളെ. അത് ഒരു തരം സാമൂഹ്യമായ ഒരു തരത്തിലുള്ള രോഗമാണ്. ആ രോഗം അത് ഉള്ള ആളുകളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഉള്ള ആളുകൾ ലക്ഷ്യമാക്കുന്നത് പലപ്പോഴും ആ രോഗം എല്ലാവർക്കും പരന്നു കിട്ടണമെന്നാണ്. അത് പരക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് മുസ്ലിമിന്റെ ഈ രംഗത്തുള്ള ദൗത്യം. അവർക്ക് ആവശ്യം എന്താണ്? ഇതേ വർത്തമാനം പറയുന്ന 4 മുസ്ലിങ്ങളും കൂടി സൃഷ്ടിക്കലാണ്. 4 മുസ്ലിങ്ങളും കൂടി ഈ വർത്തമാനം അവിടുന്ന് ആലപ്പുഴ അയാൾ പറയുമ്പോൾ മലപ്പുറത്തുനിന്ന് ഏതെങ്കിലും ഒരാൾ അതിന് തിരിച്ച് പറയണം. അങ്ങനെ തിരിച്ചു പറയുമ്പോൾ സംഭവിക്കൽ എന്താന്ന് വെച്ചാൽ സ്വാഭാവികമായും ഒരു പോളറൈസേഷൻ സംഭവിക്കും, ഒരു ധ്രുവീകരണം സംഭവിക്കും. സംഭവിക്കൽ എന്താന്ന് വെച്ചാൽ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വർത്തമാനം കൂടുമ്പോൾ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കാൻ പറ്റും. ഇതാണ് അത്തരം ആളുകൾ ലക്ഷ്യമാക്കുന്നത്. അതിന് ബുദ്ധിയുള്ള ആളുകൾ അത്തരം വർത്തമാനങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞതുപോലെ ഗുജറാത്ത് കണ്ട്
പഠിക്കണം, അതേപോലെ തന്നെ മറ്റേ പല മിററ്റ് കണ്ട് പഠിക്കണം എന്നെല്ലാം ഉള്ള പഠിക്കണമെന്ന മുസ്ലിങ്ങളോടുള്ള പിന്നെ ഉപദേശമാണെങ്കിൽ അവിടെ നമുക്ക് നിർവഹിക്കുവാനുള്ളത് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിന്, ജനാധിപത്യ രാഷ്ട്രത്തിന് ലഭിക്കാവുന്നതിൽ നല്ല ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടനയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആയുധം. ആ ഭരണഘടന എന്ന ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ദുഷ്ടശക്തികൾക്കെതിരെ, അത് ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരാണെങ്കിലും, നാട്ടിലെ കലാപമുണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ, പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരാണെങ്കിലും അവർക്കെതിരെ ഭരണഘടന എന്ന ആയുധം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോരാടുകയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ട പണി. അത് മുസ്ലിങ്ങൾ എന്നല്ല, രാജ്യത്ത് നീതിയും ധർമ്മവും ശാന്തിയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ചെയ്യേണ്ട കാര്യം അതാണ്. ഭരണഘടനയ്ക്ക് പുറത്തുപോയി രാജ്യത്തെ നശിപ്പിക്കുന്ന നിലപാടിലേക്ക് പോകുന്നതിന് പകരം ഭരണഘടനക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യയിലെ ആ ഭരണഘടനാ നിർവാഹക സമിതികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോരാടി അവിടെ പിന്നെ എല്ലാവരുടേതുമായ ഇന്ത്യയിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്നതാണ് ആ കാര്യത്തിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്, പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അലി, ശ്രീകണ്ഠപുരത്താണ്. ഈ സൂറത്ത് ഫാത്തിഹയിലെ വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്നതിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ ഒഴിവാണ് എന്ന തരത്തിൽ അക്ബർ സാഹിബ് വിശദീകരണം നൽകിയെന്നാണ് ഫേസ്ബുക്കിൽ കൂടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. അതിന്റെ വിശദീകരണം നൽകാമോ? വയ്യാക നസ്തഈനിൽ നിന്ന് മനുഷ്യരെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഞാൻ ഒഴിവാക്കി എന്ന് പല ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുന്നു. അതിന് വിശദീകരണം നൽകണമെന്നാണ്. സാധാരണ ഇത്തരം വേദികളിൽ നമ്മൾ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വിശദീകരണം നൽകാറില്ല. എന്നാൽ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒരാദർശപരമായ വിഷയമായതുകൊണ്ട്, വിഷയം ഇസ്ലാം സമാധാനത്തിന് എന്ന വിഷയവുമായതുകൊണ്ട് ആ രംഗത്തുള്ള നമ്മളെല്ലാം സ്വീകരിക്കേണ്ട ഒരു നിലപാടിനെ കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി, മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാം. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ എന്തായിരിക്കണം മുസ്ലിമിന്റെ നടപടി? അത് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഖുർആൻ പറഞ്ഞു, ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 59-ാമത്തെ വചനം ഏറെ പ്രസിദ്ധമായ വചനമാണ്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും എന്ന് തുടങ്ങുന്ന വചനം. നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾക്കിടയിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നിങ്ങൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. പിന്നെ ഇതാണ് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം ഒരുപാട് ഭിന്നതകൾ ഉണ്ടാകും. ആ ഭിന്നതകൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. അതിനെ പ്രവാചകൻ എന്നിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കണമെന്ന് സൂചിപ്പിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയും ചെയ്തു. ഈ ഒരു അടിത്തറയിൽ പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശങ്ങളും ഈ ഖുർആനിനെയും പ്രവാചകന്റെ മാർഗനിർദ്ദേശങ്ങളെയും എങ്ങനെയാണോ സ്വഹാബിമാർ മനസ്സിലാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലുമാകണം മുസ്ലിങ്ങൾ തമ്മിൽ ഏത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഞാനും നിങ്ങളുമെല്ലാം തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്നാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആ അഭിപ്രായ വ്യത്യാസം മറ്റൊന്നുമല്ല, ഞാൻ പച്ചയായി തന്നെ സൂചിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ, ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിലൊന്നായ, നമ്മുടെ അന്വേഷണത്തിന്റെ പരിധിക്കപ്പുറത്തുള്ള, നമുക്ക് അള്ളാഹു അറിയിച്ചു തന്നാൽ മാത്രം അറിയാൻ കഴിയുന്ന ജിന്നുകൾ എന്ന സൃഷ്ടി, ആ സൃഷ്ടികളെ വിളിച്ച് സഹായം ചോദിച്ചാൽ അത് ശിർക്കാകുമോ ഇല്ലേ എന്നതായിരുന്നു ചർച്ചയുടെ കാതൽ, അഭിപ്രായ വ്യത്യാസത്തിന്റെ കാതൽ. ജിന്നുകൾ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് എന്നതുകൊണ്ടും ജിന്നുകൾ എവിടെയും ഉണ്ടാകാം എന്നതുകൊണ്ടും ജിന്നുകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാം എന്നതുകൊണ്ടും അവരെ വിളിച്ചാൽ അത് അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല
എന്ന് ഒരു വിഭാഗം ആളുകൾ വാദിച്ചപ്പോൾ ജിന്നുകൾ അവർ നമ്മുടെ അന്വേഷണ പരിധിയിൽപ്പെട്ട സൃഷ്ടി വിഭാഗമല്ല എന്നും അവരിൽ നിന്നുള്ള സഹായം അതുകൊണ്ട് തന്നെ നമ്മുടെ അന്വേഷണങ്ങൾക്കപ്പുറത്തുള്ള വൈബിയായ സഹായമാണ് എന്നതുകൊണ്ടും അത്തരം സഹായം കാക്ഷിച്ചുകൊണ്ട് അവരെ വിളിച്ചാൽ അത് ശിർക്കാകുമെന്നും മറ്റൊരു വിഭാഗവും വാദിച്ചു. ഈ സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതിൽ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശദീകരിച്ച സന്ദർഭത്തിൽ ഒരു കുവൈറ്റിൽ വെച്ച് നടന്നൊരു പ്രസംഗത്തിൽ ആണ് ഈ രംഗത്ത് ഖുർആന്റെ മാർഗനിർദ്ദേശം എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗനിർദ്ദേശം എന്താണ്, സ്വഹാബിമാർ എങ്ങനെയാണ് ഈ കാര്യത്തെ മനസ്സിലാക്കിയത് എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചത്. അവിടെയാണ് ഒന്നാമതായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് മുസ്ലിങ്ങൾ ഏറ്റവും അധികം തവണ ആവർത്തിക്കുന്ന ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിൽ ദിവസേന 17 തവണ മുസ്ലിങ്ങളെ കൊണ്ട് ആവർത്തിപ്പിക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുന്നത്. അള്ളാഹുവിനോട് മാത്രമാണ് സഹായത്തേട്ടം എന്ന് ഈ വചനത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അള്ളാഹുവിനോട് മാത്രമാകേണ്ട സഹായത്തേട്ടം, ആ സഹായത്തേട്ടം അള്ളാഹുവിനോട് മാത്രമേ ആകാൻ പാടുള്ളൂ, ആരോടും ചെയ്യാൻ പാടില്ല. മനുഷ്യരോടാണെങ്കിലും ജന്തുക്കളോടാണെങ്കിലും ജീവജാലങ്ങളോടാണെങ്കിലും ആരോടാണെങ്കിലും. എന്നാൽ ഇവിടെ ചർച്ചയിലുള്ള വിഷയം ജിന്നുകളോടുള്ള സഹായത്തേട്ടം ശിർക്കാകുമോ എന്നതാണ്. അവിടെയാണ് ഇവിടെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രമാണ് സഹായത്തേട്ടമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെയുള്ള നിരവധി വേറെ വചനങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യത്യസ്തങ്ങളായ ഹദീസുകളും വ്യക്തമാക്കുന്ന ഒരു കാര്യം, മനുഷ്യരോട് സാധാരണയായി നമ്മൾ നടത്തുന്ന സഹായത്തേട്ടം, സഹായം അഭ്യർത്ഥിക്കുന്നത് ഇയ്യാക നസ്തഈനിൽ പറഞ്ഞ അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പറഞ്ഞ ഇസ്തിആനത്തിൽ ഉൾപ്പെടുകയില്ല. മനുഷ്യരോട് നമ്മൾ സാധാരണയായി നടത്തുന്ന സഹായത്തേട്ടം ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ അള്ളാഹുവിനോട് മാത്രം ചെയ്യണം എന്ന് പറഞ്ഞ സഹായത്തേട്ടത്തിൽ ഉൾപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് ആയത്തുകളും ഹദീസുകളുമുണ്ട്. എന്നാൽ ഇതേപോലെ അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഇയ്യാക നസ്തഈൻ എന്ന പ്രതിജ്ഞയിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്നതായി പറഞ്ഞിട്ടുള്ള ഇസ്തിആനത്തിൽ ജിന്നുകളോടോ മലക്കുകളോടോ ചെയ്യുന്ന സഹായാർത്ഥനകൾ ഉൾപ്പെടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഇല്ല. അതുകൊണ്ട് തന്നെ ജിന്നുകളോടോ മലക്കുകളോടോ ചെയ്യുന്ന സഹായാർത്ഥനകൾ തീർച്ചയായും അള്ളാഹുവിൽ പങ്കുചേർക്കലാകുന്നു, അതുകൊണ്ട് ശിർക്കാകുന്നു എന്ന് സൂചിപ്പിച്ചത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യേണ്ട ഇസ്തിആനത്ത്, അതിനുണ്ടാകേണ്ട മര്യാദകൾ, അതിനുണ്ടാകേണ്ട രീതികൾ, അതിനുണ്ടാകേണ്ട സന്ദർഭങ്ങൾ, ഇത് മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും ആ രൂപത്തിൽ ചെയ്താൽ അത് ശിർക്കാകുമെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇവിടെ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിആനത്ത് എന്ന് പറയുകയും മറ്റു പലരോടും സഹായം തേടുകയും ചെയ്യുന്ന ആളുകൾ അവരുടേതായ സഹായത്തേട്ടങ്ങളെയെല്ലാം ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അവിടെയാണ് എന്തൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ ഈ കാര്യത്തിൽ മറ്റു രംഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുക. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഇസ്തിആനത്തിനെ കുറിച്ച് പറയുന്നു. എന്നാൽ മനുഷ്യരോട്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന സഹായാർത്ഥനകൾ, ആ സഹായാർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളും ഹദീസുകളുമുണ്ട്. ഇതേപോലെ ജിന്നുകളോടോ മലക്കുകളോടോ സഹായാർത്ഥനകൾ ചെയ്യാം എന്ന് വ്യക്തമാക്കുന്ന ആയത്തുകളോ ഹദീസുകളോ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ വളരെ സമർത്ഥമായി ചില സുഹൃത്തുക്കൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട
ഇസ്തിആനത്തിൽ നിന്ന് മനുഷ്യരെ ഒഴിവാക്കി എന്ന ദുരാരോപണവുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പദങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുക്കുകയും എന്താണോ പറഞ്ഞയാൾ ഉദ്ദേശിച്ചത് അതിനെതിരായ അർത്ഥത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നത് ഒരു പൊതുവിനോദമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായിരുന്നാലും ഇവിടെ നാം ഉദ്ദേശിക്കുന്നതും നാം പറഞ്ഞിട്ടുള്ളതും വളരെ കൃത്യമാണ്. അത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നാമതായി നമ്മൾ പരിശുദ്ധ ഖുർആനിലേക്കാണ് പരിശോധിക്കുക. പരിശുദ്ധ ഖുർആനിൽ ജിന്നുകളെക്കുറിച്ച് പറയുന്ന, മലക്കുകളെക്കുറിച്ച് പറയുന്ന രംഗങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ കൃത്യമായി തന്നെ അവരോടുള്ള ഏതെങ്കിലും ഒരു സഹായ അർത്ഥന അനുവദിച്ചതായി വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അവരോടുള്ള ഏതെങ്കിലും സഹായാർത്ഥന ഏതെങ്കിലും അർത്ഥത്തിൽ ശിർക്കിൽ നിന്ന് വേർപെടുത്തിയതായി വ്യക്തമാക്കുന്ന യാതൊരു രേഖയുമില്ല. ഒന്ന്. രണ്ടാമതായി ഹദീസുകളെയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയാണ് പരിശോധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എപ്പോഴും ഒരു മലക്കും ഒരു ജിന്നും മനുഷ്യനുള്ളത് പോലെ തന്നെ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകനോടൊപ്പമുള്ള ജിന്നാകട്ടെ അത് ഇസ്ലാം സ്വീകരിക്കുകയും പ്രവാചകനെ തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കാത്ത അവസ്ഥയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ, വ്യത്യസ്തങ്ങളായ സന്നിഗ്ധമായ പ്രയാസകരമായ ഘട്ടങ്ങളിലോ തൻ്റെ മറ്റുള്ളവരുടെ കഴിവുകൾ തനിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട ഘട്ടങ്ങളിലോ ഒന്നും തന്നെ തൻ്റെ കൂടെയുണ്ട് എന്ന് വഹിയ മൂലം ഉറപ്പാക്കപ്പെട്ട, നമുക്കൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട് എന്ന് വിവരമേയുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും ജിന്നുകളുടെയോ മലക്കുകളുടെയോ സാന്നിധ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നിർവാഹമില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയ മൂലം, കൃത്യമായ ദൈവബോധനങ്ങൾ മൂലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പാക്കപ്പെട്ട ജിന്നിനോടോ മലക്കിനോടോ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു സഹായാർത്ഥന നടത്തിയതായി നമുക്ക് എവിടെയും കാണുന്നില്ല. എന്നതുകൊണ്ട് തന്നെ ആ സഹായാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ജിന്നിനോട് സഹായം അർത്ഥിച്ചതുകൊണ്ട് അത് ശിർക്കിലേക്ക് പ്രവാചകനെ കൊണ്ടുപോവില്ല എന്നുറപ്പാണ്. എന്തുകൊണ്ടെന്നാൽ ആ ജിന്ന് മുസ്ലിമാണ്, ആ ജിന്ന് പ്രവാചകനെ വഴിതെറ്റിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിചാരത്തിനൊരു പ്രസക്തിയുമില്ലാത്ത സന്ദർഭത്തിൽ പോലും, വസീലത്തു ശിർക്കല്ലാത്ത സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ഒരു സഹായാർത്ഥന നടത്തിയിട്ടില്ല എന്നത് തന്നെ അതിന്റെ അപകടത്തെ വ്യക്തമാക്കുന്നു. 2. മൂന്നാമത്, ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്നും സഹാബിമാർ എന്ത് മനസ്സിലാക്കി എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് അവിടെയുണ്ടായിരുന്ന മക്കാ മുശ്രിക്കുകൾ അവർ പലരോടും സഹായം ചോദിച്ചിരുന്നവരാണ്. ആ വിഗ്രഹങ്ങളുണ്ടായിരുന്നു, അവർ സഹായം ചോദിക്കപ്പെട്ടവരിൽ. ശവകുടീരങ്ങളിൽ അന്തിയുറങ്ങുന്ന മഹാത്തുക്കൾ ഉണ്ടായിരുന്നു, അവർ സഹായം ചോദിച്ചവരിൽ. അതേപോലെ തന്നെ ജിന്നുകൾ ഉണ്ടായിരുന്നു, മലക്കുകൾ ഉണ്ടായിരുന്നു, അവരുടെ ദേവന്മാരും ദേവിമാരുമെല്ലാം ഉണ്ടായിരുന്നു. ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം അംഗീകരിച്ചു. ചില ആളുകൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം അംഗീകരിച്ചതോടുകൂടി അവർ പിന്നെ അള്ളാഹുവിനോട് മാത്രമായി സഹായാർത്ഥന. അവർ വിഗ്രഹങ്ങളെ ഒഴിവാക്കിയതുപോലെ തന്നെ ശവകുടീരങ്ങളിലെ പുണ്യപുരുഷന്മാരെയും അവർ ഒഴിവാക്കി. അവർ മലക്കുകളെ ഒഴിവാക്കിയതുപോലെ തന്നെ ജിന്നുകളോടുള്ള സഹായ അർത്ഥനയും ഒഴിവാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിച്ചപ്പോൾ തന്നെ അവർ ജിന്നുകളോടുള്ള സഹായാർത്ഥന ഒഴിവാക്കി എന്നർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തന്നെ അവർ ജിന്നുകളോടുള്ള സഹായത്തേട്ടം പാടില്ല എന്നവർ മനസ്സിലാക്കി. റസൂലുള്ളാഹി വേറെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. വിഗ്രഹങ്ങളോടുള്ള സഹായത്തേട്ടം എന്തുകൊണ്ടാണോ തെറ്റാകുന്നത്, അതുകൊണ്ട് തന്നെ ജിന്നുകളോടുള്ള സഹായത്തേട്ടവും തെറ്റാണ് എന്ന് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എന്നാണ്. അവർ പിൽക്കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും ജിന്നുകളോട് ഏതെങ്കിലും ഒരു പ്രതിസന്ധി പ്രയാസ ഘട്ടങ്ങളിൽ വിളിച്ച് തേടിയതായി അല്ലെങ്കിൽ സഹായം അഭ്യർത്ഥിച്ചതായി ഒരു തെളിവുമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവർ മനസ്സിലാക്കിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തത്വത്തിനെതിരാണ് ജിന്നുകളോടുള്ള സഹായം അഭ്യർത്ഥിക്കൽ എന്നാണ്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹക്കെതിരാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന്റെ നമുക്കറിയാൻ പാടില്ലാത്ത മാർഗങ്ങളിലൂടെ സഹായിക്കാൻ കഴിയുന്നവനായ പടച്ചതമ്പുരാന്റെ കഴിവുകൾ മറ്റു ചിലർക്ക് സങ്കല്പിച്ചു നൽകലാണ് ജിന്നുകളോട് സഹായം തേടുക വഴി ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്നാണ്
ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇത് അടിസ്ഥാനപരമായി 3 തലങ്ങൾ നിന്നുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പരിശുദ്ധ ഖുർആനിൽ ഉള്ള വചനങ്ങളിലേതിലെങ്കിലും അള്ളാഹുവിനോട് മാത്രം ചെയ്യുന്ന ഇസ്തിആനത്ത്, ഇതിൽ മനുഷ്യരോട് ഉള്ള സഹായത്തേട്ടങ്ങൾ അതിൽ ഉൾപ്പെടുകയില്ല. സാധാരണയായി ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് ചെയ്യുന്ന സഹായത്തേട്ടങ്ങൾ അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കിയതുപോലെ ജിന്നുകളോടോ മലക്കുകളോടോ ഉള്ള സഹായത്തേട്ടങ്ങൾ ഇങ്ങനെ പറയുന്നതായി വ്യക്തമാക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആനത്ത് അത് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ടത് തന്നെയാണ്. അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട എന്ത് കാര്യമാണെങ്കിലും അത് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ടത് തന്നെയാണ്. അത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോടാണെങ്കിലും മരിച്ച മനുഷ്യരോടാണെങ്കിലും ജിന്നുകളോടാണെങ്കിലും മലക്കുകളോടാണെങ്കിലും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, ഇസ്ലാം സമാധാനത്തിന് എന്ന ശ്രദ്ധേയമായ ഈ പ്രോഗ്രാം, ഈ സ്നേഹസംവാദം ഇവിടെ അവസാനിക്കുകയാണ്. മർമ്മപ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഈ സ്നേഹസംവാദത്തെ ജീവസുറ്റതാക്കിയ നിങ്ങൾക്കേവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഇസ്ലാം സമാധാനത്തിന് എന്ന ഈ സന്ദേശത്തെ ഈ പരിസരത്തെ പ്രദേശത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും മലയാള മണ്ണിലെ മുഴുവൻ സഹോദരങ്ങൾക്കും എത്തിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നിർവഹണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്തുമായി തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെടാം. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും വിമർശനങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്യുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ മാസികയാണ് സ്നേഹസംവാദം. അത് വാങ്ങിക്കുക, അതിന്റെ വരിക്കാരാകുക. ഇസ്ലാമിക ആദർശ പ്രബോധന രംഗത്ത് നിറസാന്നിധ്യങ്ങളാകണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് ഈ വിഷയം ഇവിടെ ഈ സ്നേഹസംവാദം ഇവിടെ സമാപിക്കുകയാണ്. ലോകങ്ങളുടെ നാഥൻ ഇതൊരു നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടു കൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും. പ്രബോധനത്തിന് മാത്രമായി ഒരു ദൃശ്യശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരാനുകാലികം സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കാസറ്റുകളുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. നാദ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായ ഒരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം. ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണേ.